ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന പിണറായിസത്തിനെതിരെയുള്ള ഒരു വലിയ താക്കീതാണ് ഈ ഒരു കോടതി ഉത്തരവ്. പക്ഷെ അന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോലീസ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിമാനത്തിനുള്ളിൽ വെച്ച് മർദ്ദിച്ചുവെന്ന പരാതിയിൽ CPM നേതാവ് EP ജയരാജനും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കുമെതിരെ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. യാതൊരു തെളിവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നേരത്തെ എഴുതിത്തള്ളിയ കേസിലാണ് ഇപ്പോൾ തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ സുപ്രധാനമായ ഇടപെടലുണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വലിയതുറ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. കേസ് അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടക്കം മുതൽ ശ്രമങ്ങളുണ്ടായെന്നും നിയമ പോരാട്ടം നടത്തുന്നതിന്റെ പേരിൽ തനിക്കെതിരെ നിരന്തരം പ്രതികാര നടപടികൾ ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടി ഹർജിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് പ്രതികരിക്കുന്നു. നീതി കുറച്ച് വൈകിട്ടാണെങ്കിലും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിനകത്ത് വലിയ പ്രതീക്ഷയും പ്രത്യാശയാണുള്ളത്. ഞങ്ങള് സത്യത്തിൽ 2022 ജൂൺ 13 ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ ഞങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഞങ്ങള് മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഞങ്ങളെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച ക്രിമിനലുകളാണെന്ന് സമൂഹത്തിനകത്ത് വരുത്തി തീർത്ത് അത് നിയമപരമായി അവരെ അന്നുണ്ടായിരുന്ന സ്വാധീനത്തെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ 10-14 ദിവസം ജയിലിനകത്ത് അടക്കപ്പെട്ടത്. അവിടെ നിന്ന് ഞങ്ങൾ ജാമ്യത്തിലിറങ്ങി പുറത്തു വന്നപ്പോഴും അതിനു മുൻപും ഞങ്ങളെയാണ് ആക്രമിച്ചതെന്നും ഞങ്ങൾക്കാണ് പരിക്കേറ്റതെന്നും മെഡിക്കൽ കോളേജിനകത്ത് ഞങ്ങൾ 1 ദിവസം 1.5 ദിവസം ചികിത്സ തേടിയതിന്റെ കാരണം പോലും കോടതിക്കകത്ത് പറയുകയും ഞങ്ങളാണ് പരിക്കേറ്റതെന്ന് പറഞ്ഞ സമയത്ത് പോലും പോലീസ് അതിനെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജയിലിനകത്ത് വെച്ച് പരാതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് സ്വീകരിച്ചില്ല. ജയിലിനകത്തു നിന്നും പുറത്ത് ജാമ്യം ലഭിച്ച് പുറത്തു വന്ന അന്ന് രാത്രി വലിയതുറ സ്റ്റേഷനകത്തോട്ട് പോയി ഞങ്ങൾ ആക്രമിച്ച ആ പ്രതികളെ EP ജയരാജനും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിപ്പം മറ്റു കേസുകൾക്കകത്തൊക്കെ അനിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമാണ്. അനിലും PS അനീഷും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ വലിയതുറ സ്റ്റേഷനിൽ എത്തുകയും പരാതി നൽകുകയും ചെയ്തു. പക്ഷെ ആ പരാതി ഒന്നും സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് തയ്യാറായില്ല. അതിനുശേഷം ഞങ്ങൾ പ്രൈവറ്റ് പെറ്റീഷൻ വഴി കോടതിയെ സമീപിക്കുകയും കോടതി അതിനകത്ത് ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തെളിവുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതി അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് അന്വേഷിക്കാനും പോലീസിനാണ് ചുമതലപ്പെടുത്തിയത്. പോലീസ് ഇവർക്കെതിരെ ക്ലീൻ ചിറ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് ആ കേസ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി, അതായത് തെളിവുകളില്ല, ആക്രമിക്കപ്പെട്ടിട്ടില്ല, യഥാർത്ഥത്തിൽ ഇവരതിനകത്ത് നിരപരാധികളാണെന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിക്ക് മുമ്പിൽ നൽകിയിരുന്നത്. പക്ഷെ അതിനെതിരെ ഞങ്ങൾ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. EP ജയരാജൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ ഉൾപ്പെടെയുള്ള PA ഉൾപ്പെടെ സനീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് അവർക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടതി. ഇത് ഈ സമൂഹത്തിനകത്ത് അധികാരം ഉപയോഗിച്ച് എന്തിനേയും അടിച്ചമർത്താം, ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കാം എന്ന് കരുതുന്ന പിണറായിസത്തിനെതിരെയുള്ള ഒരു വലിയ താക്കീതാണ് ഈ ഒരു കോടതി ഉത്തരവ്. അപ്പൊ ഗൺമാന്മാർക്കെതിരെ വീണ്ടും കുരുക്ക് മുറുകയാണ്. അപ്പൊ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാര്യക്ഷമമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കും, നീതി നടപ്പിലാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അല്ല, ഇതിനകത്ത് ആരുടെ ഗവൺമെന്റ് എന്നുള്ളതിനപ്പുറത്തോട്ട് കൃത്യമായ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി നിജസ്ഥിതി വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അത് ഇന്നല്ല അന്നായിരുന്നാലും അതിനകത്ത് കൃത്യമായി ഇവർ അതിനകത്ത് പ്രതി ചേർക്കപ്പെടുകയും ഇവരതിനകത്ത് ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ അന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോലീസ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, എന്നെയൊക്കെ വേട്ടയാടിയത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുന്ന വിഷയമാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു. എന്റെ സ്കൂളിനകത്തു നിന്നും പുറത്താക്കപ്പെട്ടു, ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്നെ മാനേജ്മെന്റ് എന്നെ തിരിച്ചെടുത്തിട്ട് പോലും അതിനുശേഷം വർഷങ്ങളായി എന്നെ തുടർച്ചയായി വേട്ടയാടി. എന്നെ സ്കൂളിനകത്തുനിന്നും പിന്നെയും പുറത്താക്കുവാനുള്ള തീരുമാനത്തിലേക്ക് പോയി. ഞാനത് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയിട്ടാണ് എന്റെ ജോലി പോലും ഞാൻ നിലനിർത്തിയിരുന്നത്. അതായത് സമൂഹത്തിനകത്ത് ഞങ്ങളെയൊക്കെ ഒരു ഭീകരവാദികളാക്കി ചിത്രീകരിച്ച് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് CPM-ഉം അന്നത്തെ ഗവൺമെന്റും എടുത്തിരുന്നത്. അതിനുള്ളൊരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി. CCTV ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലവും വലിയതുറ പോലീസിന്റെ പുതിയ റിപ്പോർട്ടും ഈ കേസിൽ പുതിയ വഴിത്തിരിവാകും. അധികാരം ഉപയോഗിച്ച് പോലീസ് കേസ് അട്ടിമറിച്ചെന്ന ഹർജിക്കാരുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് കോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ. കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ തുടരന്വേഷണം വരും ദിനങ്ങളിൽ P ജയരാജനും പിണറായി വിജയന്റെ ഗൺമാന്മാർക്കും ഒരേപോലെ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേസിന്റെ തുടർ വിവരങ്ങളും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.